എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടോ? ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഫോളിന് നിങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഡക്ട്സ് നിങ്ങൾ മേടിക്കാനായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മേടിക്കാം കേട്ടോ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അതായത് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് പല പല റീസൺസ് കൊണ്ടായിരിക്കും. അതായത് നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടായിരിക്കും, നമ്മളുടെ ഡയറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഷാമ്പു അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. ഹീറ്റ് അധികം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. അപ്പോൾ പല റീസൺസ് കൊണ്ടായിരിക്കും നമുക്ക് ഒരാൾക്ക് ഹെയർ ഫോൾ വരാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമുക്ക് ഹെയർ ഫോൾ വരുന്നത്, ആ ഒരു റീസൺ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മളുടെ ബോഡിയിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ, അതായത് വൈറ്റമിൻസിൻ്റെ കുറവ്, അങ്ങനെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ, അതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു റീസൺ കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമുക്ക് ഹെയർ ഫോൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ യൂട്യൂബിലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മളുടെ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോഡക്ട്സ് മേടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹെയർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അതായത് ഞാൻ കുറച്ചും കൂടെ ഹെയർ കെയർ ചെയ്യാതിരുന്ന സമയത്താണ്, അതായത് മുടി എങ്ങനെയെങ്കിലും വളർന്നോളും അങ്ങനെ വിചാരിച്ച സമയത്തായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ വെള്ളത്തെ കുറിച്ച് എല്ലാവർക്കും ഡാൻഡ്രഫ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡാൻഡ്രഫിനെ കെയർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഓയിലും അതുപോലെ തന്നെ ഷാമ്പും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പ് മസാജ് അത് ഞാനൊരു ഡെയിലി റുട്ടീനിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാനായിട്ടുള്ള സിറംസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്, അപ്പോൾ ഞാനൊരു സിറം കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ റിസൾട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ ഒരു സിറത്തിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അത് കുറച്ചും കൂടെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സിറാണ് ഞാൻ. പക്ഷെ അത് എങ്ങനെയാണ് എനിക്ക് അറിയില്ലല്ലോ, എൻ്റെ സ്കാൽപ്പിന് അത് സ്യൂട്ട് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സംശയിച്ചിട്ടൊക്കെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് കുറച്ചും കൂടെ വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ഒന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നമ്മളുടെ മുടി എല്ലാം കൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മളൊരു നല്ലോണം പല്ലകലുള്ള ഒരു ചീർപ്പ് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 to 10 minutes ഒക്കെ നമ്മളൊന്ന് ഈരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ഒന്ന് സ്കാൽപ്പ് മസാജ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഹെയർ ഫാൾ വന്ന സമയത്ത് ഞാൻ ഹീറ്റ് സ്റ്റൈലിങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആണ്, എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചില സമയത്ത് എന്താ പറയുക, ഹെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു സ്ട്രെയിറ്റനിങ് ബ്രഷ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോ ഡ്രയർ ഒക്കെ വെച്ചിട്ടും അങ്ങനെ മുടി ഉണക്കാനും അങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഫോൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഹീറ്റ് ടൂൾസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഹെയർ ഫോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹീറ്റ് ടൂൾസ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെയും വാരി ചെയ്യും നമ്മളുടെ എന്താണ് ഇഷ്യൂ, നമ്മുടെ സ്കാൽപ്പിലാണോ ഇഷ്യൂ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനാണോ ഡാമേജ്, അത് എന്താണോ നമ്മളുടെ ഇഷ്യൂ എന്നനുസരിച്ചിട്ട് ഈ ഓരോ കാര്യങ്ങളും വാരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ വരും കേട്ടോ. എനിക്കറിയാം സ്ട്രെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് വേറൊരു ടാസ്ക്കാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഹെയർ ഫോൾ ആയിരിക്കും നമ്മളുടെ ഏറ്റവും നമ്മളെ സ്ട്രെസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെയും ഹെയർ ഫോൾ വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോറീസും സ്റ്റേറ്റസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടെ ഒരു ജെന്റിലായിട്ടുള്ള ഒരു ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹെയർ ഫോൾ നമ്മളുടെ ഉള്ള ഹെയർ ഫോളിനെക്കാട്ടിലും കൂടുതൽ കൊഴിയുന്നത് അതൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ നമ്മളുടെ പുറമെ നമ്മളുടെ ഒരു എക്സ്റ്റേണൽ
ഒരു ഫീച്ചേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതിനെക്കാട്ടിലും പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ, അതായത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നതും കുറച്ചും കൂടെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ സ്കിൻ കെയറിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തെ എത്ര നല്ല എക്സ്പെൻസീവ് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാട്ടോ. റിസൾട്ട്സ് ഉണ്ടാവും, പക്ഷെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ഒമേഗ 3 ഇതൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനെ അതൊന്നും കൂടെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഒമേഗ 3 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ വാൾനട്ട്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, നമ്മളുടെ ചിയ സീഡ്സ്, അതൊക്കെ നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അകത്ത് ചെന്നാലും അതൊക്കെ കുറച്ചും കൂടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സും വൈറ്റമിൻ സിയിൽ നമുക്ക് ബെറീസ് ഒക്കെ നമ്മളുടെ സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബെറീസ്, അതൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെയും ഇതൊന്നും ശ്രദ്ധിക്കാതെ, അതായത് നമ്മുടെ ഡയറ്റിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ വാരി തേച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഇത് പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരും കേട്ടോ. ഞാൻ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കിനും മുഖത്തും തലയിലൊക്കെ ഓരോ മാസ്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അമ്മ പറയും, ഇതൊന്നും മേത്തും തലയിലൊക്കെ വാരി തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അതായത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കും കൂടെ എന്തെങ്കിലും ചെല്ലണം എന്ന് അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. പക്ഷെ അന്ന് നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അമ്മയുടെ ഫുഡ് എത്ര ടേസ്റ്റി ആയിരുന്നു എന്നും അമ്മയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഓരോ സാധനങ്ങൾക്ക് എന്തോരം വാല്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതൊന്നല്ല, നമ്മളുടെ ടോപ്പിക്കിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ഫോളിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മളുടെ ഹെയർ ഫോളിൻ്റെ കാരണം ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ആക്റ്റീവ്സ് ഉള്ള പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കേട്ടോ. അതായത് ഈ ഹെയർ ഫോള്, അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ തിന്നിങ്, അല്ലെങ്കിൽ നമുക്ക് മുടിയില്ല, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതായത് നമ്മളുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി കൊഴിയുക, അതല്ല അങ്ങനെ ഏജ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവുക, പിന്നെയും അതൊക്കെ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് മുടി അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ഉള്ള മുടിയുള്ള ആളുകളുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട്, അയ്യോ ചേച്ചി അതിൻ്റെ പകുതി മുടി പോലും എനിക്കില്ല, എനിക്ക് ഒട്ടും മുടിയില്ല, ഇത് കാണുമ്പോൾ കൊതിയാവുകയാണ്, എനിക്ക് വിഷമമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ജേണിയിലും ഞാനും എൻ്റെ ഹെയറിനെ കുറിച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുടീനെ കുറിച്ചിട്ട് ഇൻസെക്യൂർ ആയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി പൊഴിഞ്ഞു പോയാലും പിന്നെ മുടി ഇല്ല എന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ എന്നിൽ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, പിന്നെ എന്തിനാണ് ഹെയർ ഫോളിന് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, അതെനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് മുടി വളരുന്ന ആരും 100% ഗ്യാരണ്ടി തന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നോർമലൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മുടിയല്ലേ, അതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നാളെ നമുക്ക് മുട്ടുവരെ മുടിയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ സ്കിൻ കെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫാസ്റ്ററായിട്ട് റിസൾട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ 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 സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് ഒരു മാസം കൂടുമ്പോഴത്തേക്കിനും നമുക്ക് വരുന്ന ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ കുറേ ലെങ്ത് ഉള്ള മുടി, അതല്ലാന്നുണ്ടെങ്കിൽ കുറേ തിക്നെസ് ഉള്ള മുടി, അതൊക്കെ നമ്മൾ കെയർ ചെയ്ത് ഇവഞ്ച്വലി നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം കൊടുക്കുക, ക്ഷമയോടെ കാത്തിരിക്കാൻ. നിങ്ങൾക്ക് മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങളുടെ മുടിയിൽ ഹാപ്പിയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിൻ ഹെയർ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുടി വരുന്നതും പോകുന്നതൊക്കെ വളരെ സാധാരണമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെക്കുക. ഹെയർ ഗ്രോത്ത് നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.